ഒരു ദേവി ആകാശത്തിൽ നിന്ന് വീണ സ്ഥലം. ഇന്നും ഒരു മുല്ലപ്പൂവ് ചെടി പോലും വളരാത്ത കേരളത്തിലെ ഇരിങ്ങോൾക്കാവ്. മധുരയിലെ ഇരുളടഞ്ഞ കാരാഗൃഹത്തിൽ ദേവതിയുടെയും വസുദേവരുടെയും എട്ടാമത്തെ പുത്രനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ചു. എന്നാൽ കംസനെ ഭയന്ന് വസുദേവർ ആ ശിശുവിനെ അമ്പാടിയിലെ നന്ദഗോപരുടെ വീട്ടിലെത്തിച്ചു. പകരം അവിടെ ജനിച്ച യോഗമായയെ കാരാഗൃഹത്തിലേക്ക് കൊണ്ടുവന്നു. പിറ്റേന്ന് രാവിലെ തന്റെ അന്തകൻ ജനിച്ച വിവരമറിഞ്ഞ കംസൻ കാരാഗൃഹത്തിലേക്ക് പാഞ്ഞെത്തി. ആ പെൺകുഞ്ഞിനെ വധിക്കാനായി പാറമേലടിക്കാൻ ഉയർത്തിയപ്പോൾ ശിശു കംസന്റെ കൈകളിൽ നിന്ന് വഴുതി ആകാശത്തേക്കുയർന്നു. ഭയാനകമായ രൂപം പ്രാപിച്ച ദേവി, നിന്നെ കൊല്ലാനുള്ളവൻ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു എന്നട്ടഹസിച്ചു. ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് പതിച്ച ദേവിയുടെ ദിവ്യ തേജസ് വന്നു വീണ മനോഹരമായ വനപ്രദേശമാണ് ഇരുന്നോൾക്കാവ്. പിൽക്കാലത്ത് അത് ഇരിന്നോൾക്കാവായി മാറി. ഇവിടെ ദേവി ഒരു കൊച്ചു പെൺകുട്ടിയായി വനദുർഗയായി വാഴുന്നു എന്നാണ് വിശ്വാസം. ഈ കുഞ്ഞു ദേവിയെ സംരക്ഷിക്കാൻ പ്രകൃതി തന്നെ ചില നിയമങ്ങൾ നിശ്ചയിച്ചു. മുല്ലപ്പൂവിന്റെ സുഗന്ധം വന്യമൃഗങ്ങളെ കാട്ടിലേക്ക് ആകർഷിക്കുമെന്നും അത് തന്റെ പ്രിയപ്പെട്ട മകൾക്ക് അപകടമാകുമെന്നും കണ്ട് പ്രകൃതി ആ സുഗന്ധത്തെ അവിടെ വിലക്കി. അതുകൊണ്ടാണ് ഇന്നും ഇരിങ്ങോൾക്കാവിനുള്ളിൽ മുല്ലപ്പൂവ് ചൂടി സ്ത്രീകൾ പ്രവേശിക്കാത്തത്. അവിടെ ചന്ദനത്തിരിയോ മറ്റു സുഗന്ധദ്രവ്യങ്ങളോ ഉപയോഗിക്കാറില്ല. അതിശയകരമെന്ന് പറയട്ടെ, നൂറുകണക്കിന് ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന ഈ കാട്ടിനുള്ളിൽ ഒരു മുല്ലച്ചെടി പോലും വളരാറില്ല. ഭക്തർക്കിവിടം കേവലമൊരു ക്ഷേത്രമല്ല, മറിച്ച് വന്യതയും വിശുദ്ധിയും ഒന്നിക്കുന്ന പ്രകൃതിയുടെ വലിയൊരു അത്ഭുതമാണ്.